അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുന്നികളാകുന്ന നമ്മുടെ തൂഫാനിന്റെ മുമ്പിൽ ഇബ്ലീസ് ത്വരീക്കത്തുകാർ മുങ്ങിത്താഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് ത്വരീക്കത്ത് എന്ന ആ സാധനം മുമ്പേ നശിച്ചു, നമ്മൾ അതിനെ തല്ലിക്കൊന്നു. എങ്കിലും അതിൻ്റെ അനുയായികളായ ചില കോളാമ്പികൾ വാവിട്ട് നിലവിളിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ശക്തമായ ഇടപെടലുകൾ, വേണമെങ്കിൽ നമുക്കതിനെ സുന്നികളുടെ തൂഫാൻ എന്ന് വിളിക്കാം, ആ തൂഫാനിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിനെ എങ്ങനെയെങ്കിലും വെള്ളപൂശിയെടുക്കാൻ, ആദരിക്കപ്പെടേണ്ട ആലിമീങ്ങളുടെ മേൽ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ചാപ്പയടിച്ച് ഇബ്ലീസിനെയും അതിന് താഴെയുള്ള കോമാണ്ടി ബീരാണ്ടി അടക്കമുള്ള സകല കുട്ടിച്ചെയ്ത്താന്മാരെയും സ്വർഗത്തിലാക്കാൻ വേണ്ടി ഇവർ നടത്തിയ പകിടകളികൾ നമ്മൾ കണ്ടതാണ്. അതിനെ നമ്മൾ ശക്തമായി നേരിട്ടു. നമ്മുടെ പോക്കറ്റിൽ നിന്നെടുത്ത തെളിവുകൾ കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന അഇമ്മത്ത് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ കൊണ്ട് നമ്മൾ അവരെ നേരിട്ടു. അതിൻ്റെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അതേ അഇമ്മത്തിൻ്റെ പേരിൽ പച്ച നുണ പറയുകയാണ് ഇവർ ചെയ്തത്. അവരുടെ കിതാബുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ ഇബ്ലീസ് ത്വരീക്കത്തുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നമ്മളൊരു 5 ചോദ്യം വെച്ചു. ആ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയുമില്ല. ആ ചോദ്യങ്ങളുടെ ശേഷം 3-4 പരിപാടികൾ അവർ നടത്തിക്കഴിഞ്ഞു. പക്ഷേ ആ പരിപാടികളിൽ ഒന്നിൽ പോലും നമ്മൾ ചോദിച്ച 5 ചോദ്യങ്ങളെ നേരിടാൻ കഴിയാതെ ഇവർ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ? മഹാനായ ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ല അവിടുത്തെ തുഹ്ഫ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇബ്ലീസിനെ കുറിച്ച് അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അഭിപ്രായവും ഇബ്ലീസ് തൗബ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമ്മൾ തെളിവായി വെച്ചു കൊടുത്തപ്പോൾ അതിനെ പച്ചയായിട്ട് ഈ കുരുവട്ടൂർ കോളാമ്പി ദുർവ്യാഖ്യാനിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി ഞാൻ അവനോട് ചോദിച്ചു, മഹാനായ ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലയുടെ തുഹ്ഫ എന്നല്ല ഏതെങ്കിലും ഒരു കിതാബിൽ ഇബ്ലീസ് തൗബ ചെയ്യുമെന്നോ തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്നോ രേഖപ്പെടുത്തിയ ഒരു വരി വായിക്കാൻ കഴിയുമോ എന്ന് ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. മിണ്ടാട്ടമില്ല. രണ്ടാമത് നമ്മൾ ചോദിച്ചു, തെളിവായി തുഹ്ഫയിൽ നിന്ന് വായിച്ച ആ ഇബാറത്തിനെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ പച്ചയായൊരു പൊള്ളു പറഞ്ഞു. ഏതൊക്കെയോ പണ്ഡിതന്മാർ വിളിച്ചിട്ട് ചോദിച്ചു അത്രേ, എനിക്ക് ആരാണ് തുഹ്ഫ ഓതി തന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചത് തെറ്റാണ് എന്ന് ആ പണ്ഡിതൻ പോലും പറഞ്ഞു എന്നാണ് പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആരാണ് ആ പണ്ഡിതൻ? അയാളുടെ നമ്പർ പുറത്തുവിട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് പറഞ്ഞതെങ്കിൽ അയാളുടെ നമ്പർ അടക്കം ആ വോയിസ് നോട്ട് ഉൾപ്പെടെ പുറത്തുവിട്. മിണ്ടാട്ടമില്ല. മൂന്നാമത് നമ്മൾ ചോദിച്ചു, ഇബ്ലീസ് മുസ്ലിമാകാൻ ആ ഹദീസ് തന്നെ മതിയെന്ന് മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പച്ച നുണ മഹാനായ ഷഅറാനി ഇമാമിൻ്റെ പേരിൽ പറഞ്ഞു. എവിടെയാണത് പറഞ്ഞത്? നിങ്ങൾ ആ ഇബാറത്തൊന്ന് വായിക്കൂ എന്ന് മൂന്നാമതായി നമ്മൾ ചോദിച്ചു. മിണ്ടിയിട്ടില്ല. നാലാമത് ഞാൻ ചോദിച്ച ചോദ്യം എന്താ? ഇവർക്കൊരു വാദമുണ്ട്, ലോകത്തൊരു അയിമ്മത്തും പഠിപ്പിക്കാത്ത വാദം എന്നല്ല, ഒരു മുസ്ലിമും വിശ്വസിക്കാത്തൊരു വാദം. സ്പെഷ്യൽ ഇടപെടലുണ്ടായാൽ ഇബ്ലീസ് മുസ്ലിമാകും പോലും. എന്താണതിന് തെളിവ് എന്ന് ഞാൻ ചോദിച്ചു. മിണ്ടാട്ടമില്ല. അഞ്ചാമതായി ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം എന്താണ്? ഇനി നിങ്ങൾ പറയുന്നത് പോലെ ആ സ്പെഷ്യൽ ഇടപെടലിലൂടെ ഇബ്ലീസ് മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക. ഇബ്ലീസിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ടല്ലോ, അതൊന്നുപോലും ഇബ്ലീസിനെ കുറിച്ച് നല്ലത് പറഞ്ഞതല്ലല്ലോ. ആ ആയത്തുകളൊക്കെ ഇബ്ലീസ് മുസ്ലിമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓതാൻ പറ്റൂലല്ലോ. കാരണം ഇബ്ലീസ് മുസ്ലിമാണെന്ന് മാത്രമല്ല, മഹാനായ CM വലിയുല്ലാഹിയുടെ അനുയായി കൂടിയാണ്. അങ്ങനെ ഒരാളെ കുറിച്ച് ശപിക്കപ്പെട്ടവനാണ്, പുറത്താക്കപ്പെട്ടവനാണ് എന്നൊക്കെ ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ ആ ആയത്തുകൾ എന്ത് ചെയ്യണം എന്ന നമ്മുടെ ചോദ്യത്തിനും മറുപടിയില്ല. ചോദ്യങ്ങൾ ഇനിയും എമ്പാടും ചോദിക്കാനുണ്ട്.
പക്ഷെ നമ്മൾ ഈ 5 ഒതുക്കിയിട്ട് പോലും മിണ്ടാൻ കഴിയാത്ത ഇബ്ലീസ് ത്വരീക്കത്തുകാർ അതിനുശേഷം എത്ര പരിപാടി വെച്ചെന്നറിയോ? ഒരെണ്ണത്തിലും ആ ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞില്ലെന്നോ മാത്രല്ല, നമ്മൾ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാറുണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ, അതിന് ഞങ്ങൾ മറുപടിയും പറയാം. ഇതൊക്കെ പറഞ്ഞിട്ടും ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ഈ ഇബ്ലീസ് ത്വരീക്കത്തുകാർ പിന്നെയും വന്ന് വലിയ വർത്താനം പറയാൻ. ഞങ്ങൾ അവരെ ഒരു പോയിന്റിൽ എത്തിച്ചു പോലും. എന്റെ നൗഷാദെ, ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിലും മറുപടി പറഞ്ഞങ്ങാതി. ആളുകളുടെ മുമ്പിൽ വന്നിട്ട് ബെഡായി ഇങ്ങനെ പൊട്ടിച്ചാൽ മതിയോ? കേട്ടു നോക്ക്. അപ്പൊ ഒരു കാര്യമാണ് ഇപ്പൊ ആകെപ്പാടെ ഈ മറ്റെന്തൊരു ഇബ്ലീസ് മൗലവിയൊക്കെ വന്നിരുന്നല്ലോ, നമ്മളേറ്റ് ഗണ്ണനൊക്കെ നടത്തി ലാസ്റ്റ് ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടെത്തിച്ചില്ലേ? അതെന്തായിരുന്നു പോയിന്റ്? ഒറ്റ പോയിന്റാണ്. അഥവാ അങ്ങനെയുള്ള ഇബ്ലീസ് അടക്കമുള്ളവരുടെ ഈമാൻ അത് സാധ്യമാണ്, സാധ്യമല്ലാത്തതിൽ അതിനെ എണ്ണാൻ പാടില്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞത് അതാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാരണം ഇബ്ലീസ് നിങ്ങളുടെ ശൈഖായി പോയില്ലേ, ന്യായീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഞങ്ങൾ വായിച്ച ഇബാറത്തുകൾ, തെളിവുകൾ അതിനെ കോട്ടിമാട്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നു ആ പോയിന്റ്? ഇബ്ലീസ് അടക്കമുള്ള ജിന്ന് മനുഷ്യ വിഭാഗങ്ങളൊക്കെ തക്ലീഫുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ് അവരോട് കൽപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഇബ്ലീസിന്റെ വിഷയം മുഹാലായത്? അത് മുഹാലുല്ലിൽ വൈർ, അള്ളാഹുവിന്റെ ഇൽമു മുൻകടക്കുക എന്ന മറ്റൊരു കാര്യം ഉണ്ടായപ്പോൾ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആവുക എന്നത് അസംഭവ്യമായി. ഇതൊക്കെ കിതാബിൽ നിന്ന് ഞങ്ങൾ വായിച്ചതാണ്. അതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ മറുപടി വലിയ രസമാണ്. അതൊന്ന് കേട്ട് നോക്കാം. അതുപോലെ കൊണ്ട് ഞാൻ ഒന്നുകൂടി പറയിപ്പിക്കാൻ പോവാണ്. എല്ലാ ചോദ്യത്തിന്റെ മറുപടിയും അതിലുണ്ട്. ഇമാമിങ്ങൾ എന്താ പറഞ്ഞു, ഇബ്നു ഹജർ എല്ലാവരും പറഞ്ഞത് ഒറ്റൊന്നാണ്. എല്ലാ കിതാബും ഒരൊറ്റൊന്നാ പറഞ്ഞത്. ആ പറഞ്ഞ് നിങ്ങൾ എന്നെ വായിക്കുകയും ചെയ്തു. അതിന്റെ അപ്പുറം ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഈ സാധു മുങ്ങിത്താഴുമ്പോഴും രക്ഷപ്പെടാൻ കാണിക്കുന്ന അഭ്യാസം കണ്ടോ? 5 ചോദ്യം ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ നിന്ന് വായിക്കാൻ പറഞ്ഞ, ഷഹറാനി ഇമാമിന്റെ കിതാബ് വായിക്കാൻ പറഞ്ഞ, അങ്ങനെ തുടങ്ങിയ 5 ചോദ്യങ്ങളുടെ മറുപടി അതിലുണ്ട് പോലും. എന്നാ പിന്നെ ആ മറുപടി ഒന്ന് ഞാൻ വായിച്ചു തന്നാ പോരെ? ആ മറുപടി വായിക്കാതെ അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉടായിപ്പെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ കളി വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ നൗഷാദെ. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ ചോദിച്ചല്ലോ എൻ്റെ 2ാമത്തെ ചോദ്യം, ആ ഫോൺ നമ്പർ അടക്കം ആ വിളിച്ച ആളുടെ ഡീറ്റെയിൽസ് വരെ പുറത്തുവിടാൻ. അതിനും കൂടി മൂപ്പര് ഒരു മറുപടി പറയുന്നുണ്ട്. പിന്നെ ഓന് തുഹ്ഫ അറിയില്ല എന്ന് ഏത് ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ ഉസ്താദിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ ലിസ്റ്റ് തന്നെ വായിക്കേണ്ടി വരും. ലിസ്റ്റ് ഒന്നും വായിക്കണ്ട നൗഷാദെ, ആ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ കുഞ്ഞമ്മദോ അല്ലെങ്കിൽ കോമാടനോ അവരൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, അത് നിങ്ങൾ തന്നെ എടുത്താൽ മതി. മറിച്ച് കാര്യവിവരമുള്ള ബോധമുള്ള കിതാബ് അറിയുന്ന ഏത് പണ്ഡിതനാണ് വിളിച്ചത്, അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ നമ്പർ മതി, ലിസ്റ്റൊന്നും വേണ്ട. പിന്നെ മൂപ്പര് വലിയ ആളാണല്ലോ, മുഷാവറ മെമ്പർ അടക്കം മൂപ്പരെ വിളിക്കുന്നുണ്ട് എന്നാ. മുഷാവറ അംഗങ്ങൾ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ ഞങ്ങൾ പേഴ്സണൽ ബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങളെ സിറാജുള്ളതിൻ്റെ ഓഫീസിലുള്ള മൊയ്ലേര് മുതൽ മർക്കസിന്റെ ഉള്ളിലുള്ള മുദരിസ് വരെ ഞങ്ങളുമായി സംസാരിക്കുന്നവരാണ്. നിഷേധിച്ചാൽ തെളിവ് ഒന്നിന് പിന്നിൽ ഒന്ന് വരും. ഞങ്ങൾ നിഷേധിക്കാണ്, തെളിവ് പുറത്തു വിട്ടോളൂ. പിന്നെ നിങ്ങളുമായി സംസാരിക്കാറുണ്ട് എന്നാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേടിനെ കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംസാരമല്ലാതെ നിങ്ങളെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയങ്ങൾ ചോർത്തി തന്നുകൊണ്ടോ ഏതെങ്കിലും മുഷാവറ മെമ്പറോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരോ നിങ്ങളുമായി ഇടപെടുന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിട് നൗഷാദെ. ഈ ചോദ്യം ഞാൻ ചോദിക്കുമെന്ന് നൗഷാദിന് പെട്ടെന്നാണ് ഒരു ബോധം വന്നത്. ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുത്താണ്. ഇത് പറഞ്ഞു പോയാൽ ചോദ്യം വരൂട്ടോ. ഉടനെ തന്നെ നൗഷാദ് പ്ലേറ്റ് കമത്തിയിടുക. ആ കമത്തലൊന്ന് കണ്ടു നോക്ക്. നിഷേധിച്ചാൽ തെളിവ് ഒന്നിന് പിന്നിൽ ഒന്ന് വരും. മനസ്സിലായോ? എന്നിട്ട് ആ പേര് പറഞ്ഞിട്ടാണ് ഓരോ ഒഴിവാക്കാൻ പോയി പണി നോക്കാൻ. ആ പേര് പറയാൻ സൗകര്യമില്ല. ആ പോയി പണി നോക്കാൻ ആ പേര് പറയാൻ സൗകര്യമില്ല. ഉളുപ്പുണ്ടോ ചെങ്ങാതി? ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ തെളിവ് ചോദിക്കും. ഇപ്പൊ പറയാണ് അത് പേര് പറയാൻ സൗകര്യമില്ല. ഇനി പറയും മൂപ്പര് എപ്പോഴാണെന്നറിയോ? ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോ മൂപ്പര് പറയും അതാ ഈ മുഷാവറ മെമ്പർ ഞങ്ങളുടെ കൂടെയാണ്.
മുശാവറ മെമ്പർ ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലിപ്പുകൾ കേൾപ്പിക്കും. കള്ള ക്ലിപ്പുകൾ. എന്ത് കള്ളത്തരം കാണിക്കുമല്ലോ, എന്ത് നെറികേടും ചെയ്യുമല്ലോ. ഇപ്പൊ വൈലത്തൂർ തങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടതല്ലേ. വൈലത്തൂർ തങ്ങളുപ്പാപ്പ പരസ്യമായി വ്യക്തമായി വീഡിയോയിലൂടെ പറഞ്ഞതാണ് കാട്ടുകള്ളന്മാരാണ് അവരെന്ന്. ആ തങ്ങൾ വഫാത്തായതിന് ശേഷമല്ലേ സൗണ്ടും വോയിസും കോളും ഒക്കെ പുറത്തുവിട്ടത്. അതുപോലെ ആരെങ്കിലും ഒക്കെ വഫാത്തായി കഴിയുമ്പോൾ മൂപ്പര് ഞങ്ങളുടെ കൂടെയായിരുന്നു എന്നും പറഞ്ഞ് ക്ലിപ്പുമായിട്ട് കൊണ്ടുവരുന്ന നിന്റെ തരികിടയുണ്ടല്ലോ, ആ ഇബിലീസിന്റെ തട്ടിപ്പ്. അതല്ല ചോദിച്ചതിന് നൗഷാദെ. ധൈര്യമുണ്ടെങ്കിൽ ഒരൊറ്റ നമ്പർ, ഞാൻ തുഹ്ഫ വായിച്ചതുമായി ബന്ധപ്പെട്ട് ഏതോ മോലിയാർ നിങ്ങളോട് പറഞ്ഞു എന്നല്ലേ, ആ മോലിയാരുടെ നമ്പർ പുറത്തുവിടും നൗഷാദെ. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ അയാളോട്. എന്താ പുറത്തുവിടാൻ ഇത്ര പ്രയാസം? ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി എന്നല്ല ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ വന്നിട്ട് കുളൂസടിക്കാൻ. ഇമാമുമാരെല്ലാം പറഞ്ഞത് അതാണ്. എന്തൊരു ഗതികേടാണ്, എന്തൊരവസ്ഥയാണ് ഇയാളുടേത്. നമ്മൾ കൃത്യമായി അത് മുഹാലാണ് എന്നതിന് ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് വായിച്ചു, അതിനെ ദുർവ്യാഖ്യാനിച്ചു. ലോകത്ത് കിതാബ് അറിയുന്ന ഒരു മനുഷ്യനും പറയാത്ത ദുർവ്യാഖ്യാനം. അത് കഴിഞ്ഞ് ശറഹുൽ അഖായിദ് കൊണ്ടുവന്നു. അതിനകത്ത് മുഹാലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞ മുഹാൽ എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അത് മുഹാലുല്ലിൽ ഗൈറാണ്. അവർക്ക് സാധ്യമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നതുകൊണ്ട് അത് മുഹാലായി മാറിയതാണ് എന്നൊക്കെ വായിച്ചപ്പോ ഇപ്പൊ മൂപ്പര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധ്യമാണ് എന്നതിൽ മാത്രം അങ്ങോട്ട് നിൽക്കാൻ, അതിനപ്പുറത്തേക്ക് ഇയാൾ പോണില്ല. എന്നിട്ട് പറയുന്നത് നോക്ക്. അപ്പൊ അയാൾ പറയുന്നത് അതിന്റെ ബാക്കിയിലുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മൾ വായിച്ചിന്, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞത് അതല്ല, അത് നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കേട്ടിട്ട് ഉടായിപ്പ് പണിയെടുത്തതാണ്. ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ച ഭാഗം എൻ്റെ ക്ലിപ്പിൽ നിന്ന് കട്ടുമുറിച്ച് ക്ലിപ്പിൽ കൈക്രിയ നടത്തിയ കള്ളപ്പണി ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ആശയം സമൂഹത്തോട് പറയുന്നത് എന്നാണ്. മനസ്സിലായോ? കിതാബ് ഞാൻ വായിച്ചു എന്ന് മാത്രമല്ല, അസീസ് സഖാഫി വാളക്കുളം മൂപ്പരും ഇതേ രീതിയിൽ തന്നെ ഇവർക്ക് ഖണ്ഡനം പറഞ്ഞു. ഇയാൾ വന്നിട്ട് പറയാണ് അസീസ് സഖാഫിയൊക്കെ കൂട്ടി രക്ഷപ്പെടാൻ ഒരു ശ്രമമാണ് എന്ന്. അതും കൂടിയൊക്കെ ഒന്ന് ഇതിനിടയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും നൗഷാദ് പറയട്ടെ. അതും കൂടി അയാൾ പറഞ്ഞോട്ടെ എന്നാണ് പൂർത്തിയായത്. അതാണ് മുംകിന് എന്ന് കണ്ടപ്പോ മൂപ്പർ അവിടെ വെച്ചങ്ങ് കട്ടാക്കി. എന്റെ സാധു ലി റാത്തിഹി മുംകിനാണ് എങ്കിലും ലി ഒയ്രിഹി അത് മുഹാലായി. അതെന്താ നീ മിണ്ടാത്തത്? ശറഹുൽ അഖായിദിൽ അതില്ലേ? ലി ഒയ്രിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമു മുൻകടക്കുക എന്ന മറ്റൊരു കാര്യം വന്നപ്പോൾ ഇതവിടെ എന്തായി? മുഹാലായി മാറി. ഇത് അസീസ് സഖാഫിയും വ്യക്തമായി പറയുന്നുണ്ട്. മൂപ്പർ അവിടെ വെച്ചത് കട്ടാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ അതാ ഞങ്ങൾ പറയുന്നത് എന്ന വീരവാദം. വാളക്കുളം കൂടി കൂട്ടുപിടിക്കുക എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയുമോ? അതുകൊണ്ടൊന്നല്ല, ഞങ്ങളെ മുശാവറ മൊത്തം വന്നാലും ഞങ്ങളത് നേരിടും. നേരിടും പോലും. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ പ്രവർത്തകന്റെ ക്ലിപ്പുകൾക്ക് പോലും മറുപടി പറയാൻ കെൽപ്പില്ലാത്ത നൗഷാദാണത്ര ഞങ്ങളുടെ മുശാവറ അംഗങ്ങളായ മഹത്തുക്കളായ ആലിമീങ്ങളെ നേരിടും പോലും. ബടായി അങ്ങ് പൊട്ടിക്കാൻ്റെ ഒരു സാധാരണ മുസ്ലിയാരായ എൻ്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. എൻ്റെ ചോദ്യങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. അവനാണത്ര ബഹറുകളായ ഇൽമിൻ്റെ ബഹറുകളായ നമ്മുടെയൊക്കെ ഉസ്താദുമാർ മുഴുവൻ വന്നാലും നേരിടുമെന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കുഞ്ഞാടുകളുടെ തക്ബീർ കേൾക്കണ്ടേ? അതൊരു മനസ്സുഖം. അതിനുവേണ്ടി ചെയ്യണ പണിയാണ്. എന്നിട്ടോ അത് സാധ്യമാണ് മുംകിനുൽ ലിദാത്തിഹി. എന്നാൽ അള്ളാഹുവിന്റെ ഇൽമിൽ അങ്ങനെ മുന്തിയതുകൊണ്ട് നടക്കൂല. പക്ഷേ സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ നടക്കും. അതല്ലേ ഞങ്ങൾ പറയുന്നത്? അതിനല്ലേ ഞങ്ങൾ തെളിവ് ചോദിച്ചത്. എവിടെ തെളിവ്? വെറുതെ തൊള്ളബടായി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? തെളിവ് വെക്ക്. സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ ഇബ്ലീസ് മുസ്ലിം ആകുമെന്നതിന്റെ തെളിവ് വെച്ചിട്ടല്ലേ സംസാരിക്കേണ്ടത്. അതല്ലേ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞങ്ങ് പോയിട്ട് കാര്യമുണ്ടോ? അതിനൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. നേരിട് നൗഷാദെ. ആൺകുട്ടിയാണെങ്കിലും മറുപടി പറ. 1 ഇതാ ഇബാറത്ത്, 2 ഇതാ തെളിവ്, 3 ഇതാ കിതാബ്. പറ ഇങ്ങോട്ട് എണ്ണി ബെടായി പൊട്ടിച്ചിട്ട് കാര്യട്ടോ. എന്നിട്ട് പിന്നെ മൂഫര് മുഹാലുല്ലിൽ ഒയറാണെന്ന് പറഞ്ഞല്ലോ. സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ അതും മുഹാലല്ലാതായി മാറും എന്നൊക്കെ പറഞ്ഞു നോക്കിയല്ലോ. അതിന് വേറൊരു മുഹാലിനെ ഇയാൾ തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വളരെ രസമാണ്. മുഹാലുൽ ഗൈറിന്റെ വേറെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ആകാശത്തിലൂടെ പറന്നു പോവുക
ഇതിനെക്കുറിച്ച് അവർ പറയും ആദിയായ മുഹാല. പക്ഷേ സ്പെഷ്യൽ ഇടപെടലുണ്ടായി നടക്കും. അതിലെ ഔലിയാക്കന്മാർ പറഞ്ഞോളൂ, മിഹ്റാജിനൊക്കെ അങ്ങനെയല്ലേ പോയത് എന്നതുപോലെ ലിൽ ഗൈർ പറഞ്ഞ പോയി അങ്ങായി സാധ്യമാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ അള്ളാന്റെ ഇൽമിൽ രേഖപ്പെടുത്തിയെന്നല്ലേ, അത് മാറ്റിയാൽ മതിയല്ലോ. നിസ്സാരല്ലേ? ഇവരുടെ മശായിഖന്മാർക്ക് അതല്ല അതിനപ്പുറം കഴിയും എന്ന് മാത്രമല്ല അള്ളാഹു തആല എല്ലാം കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചേക്കണാണല്ലോ. ഇനി ഇവരാണല്ലോ ഇവിടെ ഒക്കെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം അള്ളാഹു തആല കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചു വെച്ചേക്കാണ്. മൊബൈൽ ഫോൺ പോലെ ഇനി അള്ളാഹ്ക്ക് അവിടെ ഒരു റോളും ഇല്ല. മൊബൈൽ ഫോൺ നമ്മൾക്ക് ഒരാൾ തന്നാൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? നമ്മൾ മൊബൈൽ കുത്തുന്നു, നമ്മൾ ഞെക്കുന്നു, നമ്മൾ ചാർജ് ചെയ്യുന്നു, നമ്മൾ വിളിക്കുന്നു. ഇതേപോലെ ഇവരുടെ മശായിഖന്മാർക്ക് എല്ലാം അള്ളാഹ് അങ്ങോട്ട് കൊടുത്തേക്കാണ്. ഇനി അവര് നിയന്ത്രിക്കുന്നു, അവര് പറയുന്നു, അവര് തീരുമാനിക്കുന്നു. പിന്നെ ഈ ചങ്ങാതിമാർക്ക് അതൊക്കെ തിരുത്തിയാൽ എന്താ പ്രശ്നം? പക്ഷെ അള്ളാഹിനെ പേടിയുള്ളവർക്ക് അത് പറയാൻ പറ്റൂലല്ലോ. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും വിവരവും ബോധമുള്ള ആളുകൾക്ക് അത് പറയാൻ പറ്റൂലല്ലോ. എന്തായാലും കൊണ്ടുവന്ന ഉദാഹരണം എന്താണ്? ആദിയായ മുഹാല്. എന്താ ചങ്ങാതി ഈ ആദിയായ മുഹാൽ എന്ന് പറഞ്ഞാൽ? അതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ സാധാരണക്കാരോട്? എന്താണ് ഈ ആദിയായ മുഹാല്? ഇയാൾ കൊണ്ടുവന്ന ഒരു ഉദാഹരണമാണ്. മുഹാലുല്ലിൽ ഗൈറിനോട് ഒപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇടപെടൽ അതുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി ഇയാൾക്ക് എവിടെ നിന്നാ ഈ സ്പെഷ്യൽ ഇടപെടൽ കിട്ടിയത്? ഏത് ഇമാമാണ് ചങ്ങാതി അത് പറഞ്ഞത് എന്ന് എത്ര ആവർത്തി ചോദിച്ചു, മിണ്ടാട്ടമുണ്ടോ? എന്നിട്ട് പറയാൻ ആദിയായ മുഹാല് ഒരു ഉദാഹരണമാണ്. ആദിയായ മുഹാല് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ രീതിയിൽ അത് മുഹാലാണ്. അസാധാരണമായിട്ട് അത് അസംഭവ്യമല്ല, സംഭവ്യമാണ്. അതിന്റെ ഉദാഹരണം കൊണ്ടുവന്നിട്ടാണ് മൂപ്പർ ഇതിന് മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സാധാരണ രീതിയിൽ അസംഭവ്യമായ ഒരു കാര്യം, ഇപ്പൊ ആകാശത്തു കൂടി ഒരു മനുഷ്യൻ പറന്നു പോവുക, അത് സാധാരണ രീതിയിൽ എന്താണ്? അസംഭവ്യമാണ്. എന്നാൽ അസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആദിയായ മുഹാല് എന്ന പേര് തന്നെ അതിന് വെച്ചത്. തിരിയനുണ്ടോ? അസാധാരണമായ ഒന്നുണ്ടായാൽ, ഇപ്പൊ കറാമത്ത്, മുഅ്ജിസത്ത്, ഇതൊക്കെ അസാധാരണമാണ്. അതിന് കറാമത്ത് എന്താണെന്ന് പഠിക്കണ്ടേ? മുഅ്ജിസത്ത് എന്താണെന്ന് പഠിക്കണ്ടേ? ഇതൊന്നും പഠിക്കാതെ വന്നിട്ട് അല്ലാഹു തആല തീരുമാനിച്ചത്, അവന്റെ ഇൽമിലുള്ളത്, അവൻ ലോകത്തോട് പഠിപ്പിച്ചതായ ഒരു കാര്യത്തെ അതൊക്കെ മാറ്റിയാ പോരെ എന്ന വിവരക്കേട്, ശുദ്ധമായ വിവരക്കേട്. എന്നിട്ടോ മഹാന്മാരാകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖദായിലുള്ളതൊക്കെ തിരുത്താൻ പറ്റും എന്ന് ഒരു വാദം ഇവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോ ഗണ്ണിക്കുന്നത് കേട്ടു നോക്ക്. അപ്പൊ ഇയാൾ സ്വാമി വായിച്ചു. എന്താ സ്വാമി വായിച്ചത്? സ്വാമി വായിച്ചപ്പോ ഒന്ന് വായിക്കട്ടെ. അയാൾ ഇതൊക്കെ ഒരു കഴിവില്ല എന്ന് തെളിയിക്കാനാണല്ലോ ഈ പണിയൊക്കെ അവരെടുത്തേ. സ്വാമി ഒന്ന് വായിച്ചോട്ടെ. മിൻ ഹൈസു ഇന്നഹു ലാ ഖുദ്റത ലഹു അലാ തഗ്യീരി മാ ഖദ്ദറല്ലാഹു വുഖൂഅഹു. സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒന്നിന്റെ മേൽ മാറ്റിമറിക്കാൻ നബിതങ്ങൾക്കൊരു കഴിവുമില്ലാത്തൊരറിവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ വഹാബിയാക്കണ്ട. ഇത് സ്വാവിമാമ് പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഇമാം സ്വാബി റഹിമഹുല്ല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൽമൊന്നും അതിനുള്ള കഴിവൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. അതിന് വലിയ ആഗ്രഹം, കഴിവില്ല അതിങ്ങനെ പറയണം. നിങ്ങൾക്ക് പിന്നെ കഴിവുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? എങ്കിലല്ലേ കോമാണ്ടിയെയും ബീരാണ്ടിയെയും സുലൈമാണ്ടിയെയൊക്കെ വലിയ ലോകം നിയന്ത്രിക്കുന്ന ആളാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്ത് കഴിവും എന്ത് കാര്യവും നിങ്ങൾ ഉദ്ദേശിക്കുന്നവരുടെ മേലിലൊക്കെ ചാർത്തി കൊടുക്കും. പക്ഷെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ആദരിക്കുന്ന ഔലിയാക്കളുണ്ടല്ലോ, ഞങ്ങൾ ആദരിക്കുന്ന അമ്പിയാക്കളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ളത് കൊണ്ട് അള്ളാഹു തആല അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയല്ല. അവരിലൂടെ അള്ളാഹു തആല പ്രകടമാക്കുന്ന അത്ഭുത കാര്യങ്ങൾ, അതിനുള്ള ശേഷി അള്ളാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അവരെ അള്ളാഹു അത്തരത്തിൽ ആദരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കറാമത്തുകൾ വന്നിട്ടുണ്ട്, അവരിൽ നിന്ന് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കഴിവല്ല, അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കഴിവുമല്ല, അള്ളാഹുവിൻ്റെ കഴിവാണ്. ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അതല്ല. അവർക്കങ്ങോട്ട് കൊടുത്തേൽപ്പിച്ച് വെച്ചിരിക്കാൻ ഇനി അവരുടെ ഇഷ്ടമാണ്, അവർക്ക് തോന്നുന്നത് പോലെയാണ്. ഈ വിശ്വാസം സുന്നത്ത് ജമാഅത്തല്ല. അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് സ്വാവിയിൽ നിന്ന് ഇബാറത്ത് വായിച്ചത്.
എന്നിട്ട് എന്തുണ്ടായി? എങ്കിൽ ആ വായിച്ച സോവയില്ലേ, ആ സോവയുടെ അടുത്ത പേജ് ഒന്നുകൂടി വായിക്കാം. അല്ല ചങ്ങാതി, ആ വായിച്ചതിനെ കുറിച്ച് ആദ്യം പറ, എന്നിട്ടല്ലേ അടുത്ത പേജിലേക്ക് പോകുന്നത്. എന്താണ് ഞാൻ വായിച്ച ആ ഇബാറത്ത്? അർത്ഥം പറഞ്ഞതും വായിച്ചതും അടിമുടി തെറ്റാണ് എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് എന്താ നീ അതിനെക്കുറിച്ചും മിണ്ടാത്തത്? അത് ആദ്യം പറ, അതിന് തീരുമാനം ഉണ്ടാക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാമെന്ന്. ഇതെന്താ ഇവിടെ വെച്ചിട്ട് അപ്പുറത്തേക്ക് ഒരു ചാട്ടം? ഷാദുലി ഇമാമ് പറഞ്ഞതിനെയൊക്കെ തൊടാൻ കഴിയോ? സ്വാമി ഇമാം എടുത്ത് ഉദ്ധരിച്ചതല്ലേ, മിണ്ടാൻ കഴിയോ നിനക്ക്? നിങ്ങൾ എന്താ പറഞ്ഞത്? എഴുതിയതൊക്കെ അങ്ങോട്ട് മാറ്റി എഴുതാൻ കഴിയും. അതിനെക്കുറിച്ച് സ്വാമി ഇമാമ് പറഞ്ഞ ഇബാറത്ത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറ, എന്നിട്ട് അടുത്ത പേജിലേക്ക് ചാട്. ഒന്നും അതിനെക്കുറിച്ച് മിണ്ടണില്ല. ഷെഹറാനി ഇമാമിന്റെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിന്റെ വിഷയം സവിസ്തരം ഞാൻ വായിച്ച് ചർച്ച ചെയ്തില്ലേ? എന്തെങ്കിലും ഒരു ഖണ്ഡനം നടത്തിയോ? ഒന്നും നടത്താതെ വന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത പേജിലേക്ക് ചാടാൻ. എന്താണ് അവിടെ പറഞ്ഞത് എന്നും, ഇനി വേറെ സ്ഥലത്ത് എൻ്റെ മേലിൽ കുഫറൊക്കെ ആരോപിക്കുന്നുണ്ട്, ഞാൻ കാഫറാണെന്ന് വരെയൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സാബി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചിട്ടാണ് എന്താണ് അവിടെ പറഞ്ഞത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കണ്ടിട്ട് തന്നെയാ നൗഷാദ ഈ പണിക്കിറങ്ങിയത്. അതൊക്കെ നമുക്ക് വായിക്കാമെന്ന്. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ആ തീരുമാനമില്ലാതെ അടുത്ത പേജിലേക്ക് ചാടിയിട്ട് കാര്യമുണ്ടോ ചങ്ങാതി? ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. നമ്മൾ വായിക്കുന്ന കിതാബുകളിലെ ഇബാറത്തുകളെ കുറിച്ച് സംസാരമില്ല. നമ്മൾ വായിക്കുന്നതിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. എന്നിട്ട് പിന്നെ അടുത്ത പേജിൽ അങ്ങനെ ഉണ്ട്, അപ്പുറത്തൊരു മൂലയിൽ ഇങ്ങനെ ഉണ്ട്. ഇതാണോ ഖണ്ഡനം? ഈ നീയാണോ ഞങ്ങളുടെ മുഷാവറ ആലിമീങ്ങളെ നേരിടാൻ പോകുന്നത്? നല്ല കോമഡി തന്നെയാണ്. എന്തായാലും നൗഷാദെ, മുങ്ങി താഴ്ന്നു പോവുകയാണല്ലോ നൗഷാദെ, നന്നാകാൻ നോക്ക്. ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ നോക്ക്. അള്ളാഹു നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.